ഇത് ഇപ്പം നമ്മൾ ഇവിടെ കാണുന്ന ഈ പ്രദർശനം സാധാരണ കാണുന്നൊരു പ്രദർശനമല്ല. അതായത് ചിത്ര, ശില്പം, ക്രാഫ്റ്റ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പലപ്പോഴും ഇവിടെ എക്സിബിഷൻ വെക്കാറുണ്ട്. ഇത് കാണാൻ പറ്റാത്ത എക്സിബിഷനാണ്. അതായത് മുമ്പ് ഇദ്ദേഹം ഗണേശൻ പറഞ്ഞു, എൻ്റെ വലിയ ശില്പമാണ് ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും ചെറുത്, കാണാൻ പറ്റില്ല. അപ്പോൾ മൈക്രോ മാക്രോ രണ്ട് സ്വഭാവമാണ് ഇതിനുള്ളത്. അപ്പോൾ അതിസൂക്ഷ്മത്തിലേക്ക് പോകുമ്പോൾ എന്തറിയോ, അത് മനുഷ്യന് അസാധ്യമായി തോന്നും. അതാണ് നമ്മൾ നാനോ ശില്പം, നാനോ ടെക്നോളജിയാണ്. അതായത് സ്മോൾ ഈസ് ബ്യൂട്ടിഫുൾ എന്നുള്ളൊരു തിയറി ഉണ്ട് ഇപ്പോൾ. സ്മോൾ ഈസ് ബ്യൂട്ടിഫുൾ, അതായത് ഈ നാനോ ടെക്നോളജിയുടെ ആ മെസ്സേജാണ് അതിൽ കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ ഗണേശനോട് ഞാൻ പറഞ്ഞു, ഒരു വാച്ച് സ്വന്തം കൈ കൊണ്ടുണ്ടാക്കണം, യന്ത്രം കൊണ്ടുണ്ടാക്കുന്നതിനേക്കാളും പെർഫെക്റ്റായ സാധനം ഉണ്ടാക്കണം. അതൊരു ചലഞ്ചായിട്ട് എടുക്കണം. ഇന്നത്തെ യുഗത്തോട്, ഇന്നത്തെ സയൻസോടും ടെക്നോളജിക്കും ചലഞ്ച് ചെയ്യാൻ ഒരു മനുഷ്യനെ ഇവിടെ ഉണ്ടെന്ന് കാണിച്ചു കൊടുക്കണം. നമ്മൾ യന്ത്രത്തിൻ്റെ അടിമയല്ല, നമ്മൾ അടിമയാണ്. ഇപ്പോഴും യന്ത്രം എന്ന് കാണിച്ചു കൊടുക്കുക. നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ചെറിയൊരു വാച്ച് ഉണ്ടാകണം. അത് ലോകത്തിൽ തീർച്ചയായിട്ടും അത് ഭയങ്കര ഒരു അത്ഭുതമായി കയറിക്കും. നിങ്ങൾ ഇത് ചെയ്യാമെങ്കിൽ തീർച്ചയായിട്ടും അതും ചെയ്യാൻ പറ്റും. അപ്പോൾ അവിടെയാണ് നിങ്ങളെ നാനോ ടെക്നോളജിയിലേക്ക് വരിക. കാരണം അതിസൂക്ഷ്മമായി ചെയ്യുന്ന യന്ത്രത്തിൻ്റെ പ്രോഡക്ട്സിൻ്റെ കൂടെ നിങ്ങളെ കൈകൂടി വരുമ്പോഴല്ലോ അത് ഭയങ്കര അസാധ്യമായിരിക്കും. പിന്നെ നമ്മുടെ പഴയൊരു പാരമ്പര്യമുണ്ട്. അതായത് ഒരു മഞ്ചാടിക്കൂര് ഒരു 100 ആനയെ ഉണ്ടാക്കിയ, പക്ഷെ അതിനൊന്നും ഈ പെർഫെക്ഷൻ ഇല്ല. വെറുതെ ഉണ്ടാക്കിയ ആന എന്ന് പറഞ്ഞാൽ ഈ പെർഫെക്ഷൻ ഇല്ല. പക്ഷേ ഗണേശനല്ല, വലിയ ശില്പത്തിൻ്റെ അതേ പെർഫെക്ഷൻ ഈ ചെറിയ നാനോ ശില്പത്തിലുണ്ടാക്കുന്നു. അത് വലിയ അസാധ്യമായൊരു കഴിവാണ്, എല്ലാവർക്കും സാധിക്കാത്തത്. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ ഇങ്ങനെയുള്ള കലാകാരന്മാരെ തിരിച്ചറിയും. ഇങ്ങനെയുള്ള ഗണേശന് പ്രത്യേകിച്ച് അത് അർഹിക്കുന്ന രീതിയിൽ തന്നെ സമൂഹത്തിൽ തന്നെ വലിയൊരു മാന്യ സ്ഥാനം തന്നെ കൊടുക്കേണ്ട നമ്മൾ ചുമതലയാണ്. അല്ലാതെ സർക്കാരല്ല, ജനങ്ങളാണ് കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കേണ്ടത്, സർക്കാരല്ല.